ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബിനി, ഗവൺമെൻറ് ITI മലമ്പുഴയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിൽ സെക്കൻഡ് സെമിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്തെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഇൻ VBA എന്ന ഭാഗമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ദി മാത്ത് ഫങ്ഷൻസ് ഇൻ VBA, ഡിസ്ക്രൈബ് ദി ലോജിക്കൽ ഫങ്ഷൻസ് ഇൻ VBA, ഡിസ്ക്രൈബ് ദി ഡേറ്റ് ഫങ്ഷൻസ് ഇൻ VBA, ഡിസ്ക്രൈബ് ദി കൺവേർഷൻ ഫങ്ഷൻസ് ഇൻ VBA. ഇത്രയും ഭാഗങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Introduction. VBA has a rich collection of built-in functions that perform a variety of tasks and calculations for you. VBA ഒരുപാട് built-in functions ഉണ്ട്. നമുക്ക് പല ടാസ്കുകളും കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യാവുന്നതിന് വേണ്ടി. എന്താണ് ഫങ്ഷൻസ് എന്ന്, എന്താണ് built-in functions, ഇതെല്ലാം നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് പഠിച്ചിട്ടുള്ളവരാണ്, അതുകൊണ്ട് അറിയാവുന്ന വരുന്നു. പിന്നെ ബിൽറ്റ് ഇൻ സ്ട്രിങ് ഫങ്ഷൻസ് ആണ്. തൊട്ട് മുന്നത്തെ ക്ലാസ് നമ്മൾ സ്ട്രിങ് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. സ്ട്രിങ് ഫങ്ഷൻസ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, സ്ട്രിങ് റിവേഴ്സ് ചെയ്യാൻ, അതിനൊക്കെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. നമ്മളത് യൂസ് ചെയ്യാനും എല്ലാം പഠിച്ചതാണ്. ഇനി നമുക്കിതിൽ കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും ഡേറ്റ് ഫങ്ഷൻസ് അത് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ദർ ആർ ഫങ്ഷൻസ് ടു കൺവേർട്ട് ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്പുകൾ തമ്മിൽ കൺവേർട്ട് ചെയ്യാൻ, സ്ട്രിങ് ന്യൂമറിക് ആക്കാനും ന്യൂമറിക് ഡേറ്റ് വാല്യൂ, സ്ട്രിങ് വാല്യൂസ് ഡേറ്റ് ആക്കാനും ഒക്കെയുള്ള കൺവേർഷൻ, ഡാറ്റ ടൈപ്പ് കൺവേർഷന് വേണ്ടിയിട്ടുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. പെർഫോം കാൽക്കുലേഷൻസ് ഓൺ ഡേറ്റിനിടയിൽ ഡേറ്റ്, ഇപ്പോൾ ഇത്ര ദിവസം മുന്നത്തൊരു ഡേറ്റ് കിട്ടുക, അല്ലെങ്കിൽ പുതിയ ഡേറ്റുകൾ തമ്മിൽ ഡിഫറൻസ്, എത്ര ദിവസത്തെ ഡിഫറൻസ് ഉണ്ട്, അങ്ങനെ ഡേറ്റ് ഫങ്ഷൻസ് കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ പെർഫോം സിമ്പിൾ ടു കോംപ്ലക്സ് മാത്തമാറ്റിക്സ്, സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക് ഫങ്ഷൻസും കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എല്ലാം പെർഫോം ചെയ്യാനായിട്ട് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. മേക്ക് ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ ആവശ്യമുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. മാനേജ് ടെക്സ്റ്റ് സ്ട്രിങ്, അതായത് സ്ട്രിങ് ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ലെസണിൽ അത് പറയുന്നില്ല. തൊട്ട് മുന്നത്തെ സ്ട്രിങ് ഫങ്ഷൻസ് നമ്മളൊരു ക്ലാസ്സായിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഫോർമാറ്റ് വാല്യൂസ് ഫോർമാറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനൊക്കെയുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. യൂസിങ് ദി VBA ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് വിൽ ഹെൽപ്പ് കോഡിംഗ് മച്ച് ഈസിയർ ഫോർ ദി യൂസർ. VBAയിലുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ യൂസർക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമർക്ക് കോഡിങ് കുറച്ച് ഈസി ആയിരിക്കും. നമ്മൾ ജാവാസ്ക്രിപ്റ്റിലും കുറേ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് പഠിച്ചു, VBAയിലും ഉണ്ട്. VBAയിൽ കുറച്ചും കൂടുതൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. അത് ഇപ്പോൾ സ്ട്രിങ് ഫങ്ഷൻസൊക്കെ യൂസ് ചെയ്യും. സ്ട്രിങ് പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടി ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് സ്ട്രിങ് റിവേഴ്സ് ചെയ്യാൻ ബിൽറ്റ് ഇൻ ഫങ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ട്രിങ് റിവേഴ്സ് ചെയ്യാനുള്ള പ്രോഗ്രാം ആ ലോജിക് വെച്ച് എഴുതിയിട്ട് റിവേഴ്സ് ചെയ്ത സ്ട്രിങ്ങും നമ്മളുടെ ഇൻപുട്ട് ചെയ്ത ഫസ്റ്റ് സ്ട്രിങ്ങും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആണെങ്കിൽ അത് പാലിൻഡ്രോം ആണ് എല്ലാന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു. അപ്പോൾ VBAയിലാവുമ്പോൾ നമുക്ക് സ്ട്രിങ് റിവേഴ്സ് ചെയ്യാൻ ബിൽറ്റ് ഇൻ ഫങ്ഷൻ ഉണ്ട്. അത് പഠിച്ചിരുന്ന സ്ട്രിങ് റിവേഴ്സ് എന്നുള്ള ഫങ്ഷൻ ബിൽറ്റ് ഇൻ ഫങ്ഷൻ യൂസ് ചെയ്താൽ മതി. അതെങ്ങനെ റിവേഴ്സ് ചെയ്യണം, അതിൻ്റെ കോഡിങ്ങിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട. പ്രോഗ്രാമിക്ക് വളരെ ഈസി ആയിട്ട് അങ്ങനെ ഒരുപാട് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആവശ്യമുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻ യൂസ് ചെയ്യുക, പ്രോഗ്രാം നേരിട്ട് കോഡിങ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. We have already used many built-in functions in our earlier lessons like MSG box function and many string manipulation functions. VBAയുടെ തൊട്ട് മുന്നത്തെ ലെസണുകളിൽ നമ്മൾ സ്ട്രിങ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എടുത്തിരുന്നു. പിന്നെ മെസ്സേജ് ബോക്സിൻ്റെ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തു, അതൊക്കെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. ഇനി ഈ ലെസണിൽ നമ്മൾ സ്ട്രിങ് ഫങ്ഷനെ പറ്റി പറയുന്നില്ല. അടുത്തതായിട്ടുള്ള മാത്ത് ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. മാത്ത് ഫങ്ഷൻസിൽ ഫസ്റ്റ് ABS, അബ്സല്യൂട്ട് വാല്യൂ. ABS എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ കിട്ടാൻ വേണ്ടി റിട്ടേൺസ് ദി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, നെഗറ്റീവ് സൈനൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് വാല്യൂ മാത്രം എടുക്കാനുള്ളത്. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കുറച്ചിട്ടുണ്ട്. AB എന്ന് പറയുന്ന 2 ഇൻറ്റിജർ വാല്യൂസ് ആണ്. അതിൽ -5 ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ബിയിലേക്ക് ആ സൈൻ മാറ്റിയിട്ട് അതിൻ്റെ വാല്യൂ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ്
ABS എന്നുള്ള ഫംഗ്ഷൻ. ABS ഓഫ് എ എന്ന് പറയുമ്പോൾ എയുടെ സൈൻ പോയിട്ട് വാല്യൂ മാത്രം 5 എന്നുള്ളത്, നെഗറ്റീവ് സൈൻ ഇല്ല, 5 എന്നുള്ള വാല്യൂ ബിയിലേക്ക് വരും. ബി പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്നാണ് കിട്ടുക. ഇങ്ങനെയാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരുപാട് മാത്ത് ഫങ്ഷൻസ് ഉണ്ട്, ഓരോന്നും ജസ്റ്റ് പറയാം. കോസ് എന്ന് പറയുന്നത് കോസൈൻ ഓഫ് എ സ്പെസിഫൈഡ് ആംഗിൾ. ട്രിഗ്നോമെട്രിയിൽ നമ്മൾ ആംഗിൾസിൻ്റെ സൈൻ കോസ് അതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസാണ്. അതുപോലെ തന്നെ ഒരു വാല്യൂ കൊടുക്കുക, അതിൻ്റെ ആംഗിൾ കൊസൈൻ ഓഫ് ബ്രാക്കറ്റിൽ അതിൻ്റെ ആംഗിൾ പറയാം, വാല്യൂ അതിൻ്റെ കൊസൈൻ വാല്യൂ റിട്ടേൺ ചെയ്യും. അത് കൊസ് എച്ച് ഉണ്ട്, അത് റിട്ടേൺസ് ദി ഹൈപ്പർബോളിക് കൊസൈൻ ഓഫ് എ സ്പെസിഫൈഡ് ആംഗിൾ. മാത്തമാറ്റിക്കൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഫങ്ഷൻസ് യൂസ് ചെയ്യേണ്ടത്. കോംപ്ലക്സ് ഫങ്ഷൻസ് കൊസൈൻ, കോസ് എച്ച് ഒക്കെ ഹൈപ്പർബോളിക് കൊസൈനാണ്. ആവശ്യമുണ്ടെങ്കിൽ അങ്ങനത്തെ ഫങ്ഷൻസൊക്കെ നമുക്ക് ബിൽഡിംഗ് ഫങ്ഷൻസ് യൂസ് ചെയ്യും. ഇൻറ്റ് എന്നുള്ള ഫങ്ഷൻ റിട്ടേൺസ് ദി ഇൻറ്റിജർ പോർഷൻ ഓഫ് എ നമ്പർ. നമ്മൾ നമ്പർ കൊടുത്തു, അത് എ എന്ന് പറയുന്ന നമ്പർ 154.369. അതുപോലെ ഇൻറ്റിജർ പോർഷൻ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഇൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഡീബഗ് ഡോട്ട് പ്രിൻറ്റിൽ ഇൻറ്റ് എ എന്ന് പറയുമ്പോൾ എയിലെ ഇൻറ്റിജർ പോർഷൻ മാത്രം 454 ആ വാല്യൂ മാത്രം, പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഇല്ല, ഇൻറ്റിജർ പോർഷൻ മാത്രം വരും. അതിനാണ് ഇൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ. ഇത് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി RND എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ജനറേറ്റ്സ് എ റാൻഡം നമ്പർ അത് ജനറേറ്റ് ചെയ്യും. റൗണ്ട് റിട്ടേൺസ് എ ഡെസിമൽ ഓർ ഡബിൾ വാല്യൂ റൗണ്ടഡ് ടു ദ നിയറസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓർ ടു എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഫ്രാക്ഷൻ ഓർ ഡിജിറ്റ്സ്. നമുക്ക് റൗണ്ട് ചെയ്യാം. ഇൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ പോയിൻ്റ് പോർഷൻ മുഴുവൻ കളഞ്ഞിട്ട് ഇൻറ്റിജർ പോർഷൻ മാത്രം കിട്ടുള്ളൂ. റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂ വേണം, അല്ലെങ്കിൽ എത്ര ഡിജിറ്റിൻ്റെ പ്രിസിഷൻ വേണം എന്നുള്ളത് നമുക്ക് പറയാം. ഇതിൽ 2 മതി കഴിഞ്ഞ് റൗണ്ട് A,2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എയുടെ വാല്യൂ 454.369 ആണ്. അപ്പോൾ നമുക്ക് 2 ഡിജിറ്റ്സ് മതിയെങ്കിൽ 36 കഴിഞ്ഞിട്ട് 9 എന്നുള്ളതാണ് അടുത്ത. 9 നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അതിന് മുമ്പ് 9ൻ്റെ വാല്യൂ, അതായത് 2 ഡിജിറ്റ് വേണമെങ്കിൽ മൂന്നാമത്തെ ഡിജിറ്റിൽ ഉള്ള വാല്യൂ 5 അതിൽ കൂടുതലാണെങ്കിൽ തൊട്ട് മുന്നത്തെ ഡിജിറ്റ് 1 ഇൻക്രിമെൻ്റ് ചെയ്യും. അറിയാലോ റൗണ്ട് ചെയ്യണതൊക്കെ. നമ്മളിപ്പം പൈസയൊക്കെ ആണെങ്കിൽ 2 ഡിജിറ്റിന് റൗണ്ട് ചെയ്യാൻ വേണ്ടി ചെയ്യണ പോലെ തന്നെ ആ റൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ 2 ഡിജിറ്റിൻ്റെ ആയിട്ട് ചെയ്യണമെങ്കിൽ റിസൾട്ടിൽ 454.37 എന്നായിരിക്കും. 6 മാറി 7 ആവും. അങ്ങനെ മൂന്നാമത്തെ ഡിജിറ്റ് 9 എന്നുള്ളത് 5-നേക്കാളും വലിയ നമ്പറാണ്. 5-5-നേക്കാളും വലിയ നമ്പറാണെങ്കിൽ തൊട്ട് മുന്നത്തത് ഇൻക്രിമെൻ്റ് ചെയ്യും. അതിനുള്ളതാണ് റൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ. സൈൻ ഒരു ആംഗിളിൻ്റെ സൈൻ കിട്ടാൻ വേണ്ടിയിട്ട് സൈൻ ഓഫ് എന്നിട്ട് ബ്രാക്കറ്റിൽ സ്പെസിഫൈഡ് ആംഗിൾ പറഞ്ഞാൽ മതി. ഇത് സ്ക്വയർ റൂട്ട് കാണാം. SQR സ്ക്വയർ റിട്ടേൺസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്പെസിഫൈഡ് നമ്പർ. സ്ക്വയർ റൂട്ട് ഇപ്പോൾ 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 5 അല്ലേ 25. അങ്ങനെ സ്ക്വയർ SQR ഓഫ് 25 എന്ന് കൊടുത്താൽ 5 എന്ന് കിട്ടും. ടാൻ റിട്ടേൺസ് ദി ടാൻജൻറ്റ് ഓഫ് എ സ്പെസിഫൈഡ് ആംഗിൾ. ടാൻജൻറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അത് വാല്യൂ ഓഫ് എന്നുള്ള ഫംഗ്ഷൻ VAL accepts a string as input and returns the number found in that string. ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിലത്തെ നമ്പർ അതിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് VAL എന്നുള്ള ഫംഗ്ഷൻ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത് AB 2 സ്ട്രിങ് ആണ്. അതിൽ നമ്മൾ Aയിൽ 1 2 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിന് 12 എന്നുള്ള ന്യൂമറിക്കൽ വാല്യൂ എടുക്കണമെങ്കിൽ VAL എന്ന് കൊടുക്കണം. അപ്പോൾ അതിൽ B എന്നുള്ളതിൽ 10. നമ്മൾ വെറുതെ ഇപ്പോൾ വാല്യൂ എടുക്കാതെ A+B ചെയ്താൽ 2 സ്ട്രിങ് നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്യുന്ന പോലെ 1 2 1 0 എന്നുള്ളത് കൂട്ടി വായിക്കണമെങ്കിൽ വേണമെങ്കിൽ 1210 എന്ന് പറയാം. പക്ഷെ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ടല്ല, ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടുള്ള ഒരു സ്ട്രിങ് പോലെ ഇരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എടുത്ത് ആഡ് ചെയ്യണം. 12 + 10 22 എന്നുള്ള ആൻസർ കിട്ടണമെങ്കിൽ VAL എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 12 എന്നും 10 ആഡ് ചെയ്ത് C എന്നുള്ളത് 22 എന്നുള്ള റിസൾട്ട് വരും. ലോജിക്കൽ
ലോജിക്കൽ ഫങ്ഷൻസ് ഒന്നല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള വാല്യൂ, ലോജിക്കൽ വാല്യൂസ് ഏതൊക്കെ ട്രൂ ഫോൾസ് അതിലേതെങ്കിലും ആയിരിക്കും റിട്ടേൺ ചെയ്യാം. ഈസ് ഡേറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് ദ എക്സ്പ്രഷൻ ഈസ് എ വാലിഡ് ഡേറ്റ്, അതർവൈസ് ഇറ്റ് റിട്ടേൺസ് ഫോൾസ്. ഈസ് ഡേറ്റ് എന്നുള്ള ഫംഗ്ഷനിലേക്ക് നമ്മളൊരു വാല്യൂ പാസ് ചെയ്യുന്നത് ഒരു വാലിഡ് ഡേറ്റ് ആണെങ്കിൽ ട്രൂ വരും അല്ലെങ്കിൽ ഫോൾസ്. അത് വാലിഡ് ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തൊക്കെ 12 കൂടുതൽ വരാൻ പാടില്ലല്ലോ. മന്ത് പൊസിഷനിലൊരു 14 15 ഒന്നും അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല, 12 വരെയുള്ള മന്ത്. അങ്ങനെ ഒരു വാലിഡ് ഡേറ്റ് അല്ലാത്തൊരു ഡേറ്റ് നമ്മൾ കൊടുത്തെങ്കിൽ ഫോൾസ് വരും, വാലിഡ് ആയിട്ട് ഡേറ്റ് ആണെങ്കിൽ ട്രൂ കൊടുക്കും. ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എസ് എന്നുള്ളതിലൂടെ 20/1/2000 ജനുവരി 2020 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈസ് ഡേറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് വാലിഡ് ഡേറ്റ് ആണോ നോക്കും, ആണ്. ദെൻ debug.print this is a date, else അങ്ങനെയല്ലെങ്കിൽ നോട്ട് ഡേറ്റ്. നമ്മളിവിടെ കൊടുത്ത മന്ത് പൊസിഷനിൽ ഒരു 13 14 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ഡേറ്റ് അല്ല, വാലിഡ് ഡേറ്റ് അല്ല, അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ദിസ് ഈസ് നോട്ട് എ ഡേറ്റ് എന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. അങ്ങനത്തെയാണ് ന്യൂമറിക്കൽ വാല്യൂസ്. ഈക്വൽ ടു ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള വാല്യൂ വരാം. ഈസ് എറർ എന്നുള്ളത് എറർ വാല്യൂ ചെക്ക് ചെയ്യുക. നൾ വാല്യൂസ് ആണെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഈസ് നള്ള്. ഈസ് ന്യൂമറിക് റിട്ടേൺസ് ട്രൂ ഇഫ് ദ എക്സ്പ്രഷൻ ഈസ് എ വാലിഡ് നമ്പർ, അതർവൈസ് ഇറ്റ് റിട്ടേൺസ് ഫോൾസ്. ഈസ് ഡേറ്റ് പറയുന്ന പോലെ തന്നെ ഈസ് ന്യൂമറിക് കൊടുത്തിട്ട് നമ്മളിത് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിൽ കൊടുത്തിട്ടുള്ള വാല്യൂ നമ്പർ ആണെങ്കിൽ ട്രൂ വരും അല്ലെങ്കിൽ ഫോൾസ്. നിങ്ങളുടെ ഏജൊക്കെ എൻ്റർ ചെയ്യാൻ പറഞ്ഞു, നമ്മളവിടെ എൻ്റർ ചെയ്യണത് വേറെ വാല്യൂസ് ക്യാരക്ടർ വാല്യൂസ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈസ് ന്യൂമറിക് ചെക്ക് ചെയ്തിട്ട് ന്യൂമറിക് വാല്യൂ അല്ലെങ്കിൽ പ്ലീസ് എൻ്റർ ന്യൂമറിക് വാല്യൂ എന്നോ അങ്ങനെയൊക്കെ മെസ്സേജ് കൊടുക്കുക. അതിന് ചെക്ക് ചെയ്യണമെങ്കിൽ ഈസ് ന്യൂമറിക് നമ്മളെ വാല്യൂ നമ്പറാണ്, ന്യൂമറിക്കൽ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് ഡേറ്റ് ഓർ ടൈം ഫങ്ഷൻസ്. ഡേറ്റ് റിട്ടേൺസ് ദി കറണ്ട് സിസ്റ്റം ഡേറ്റ്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിസ്റ്റം ഡേറ്റ്, ഇന്നത്തെ സിസ്റ്റം ഡേറ്റ് എത്രയാണെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരും. ഡേറ്റ് ആഡ് റിട്ടേൺസ് എ ഡേ ആഫ്റ്റർ വിച്ച് എ സർട്ടൻ ടൈം ഓർ ഡേറ്റ് ഇൻ്റർവൽ ഹാസ് ബീൻ ആഡഡ്. അപ്പോൾ നമ്മളൊരു ഡേറ്റ് കഴിഞ്ഞിട്ടോ അതിന് മുന്നോ വരുന്ന സെർട്ടൻ ഇൻ്റർവൽ കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഡേറ്റ് ആഡ് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റ് പ്രിൻ്റ് ചെയ്യാൻ debug.print ഡേറ്റ് പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റാണ് പ്രിൻ്റ് ചെയ്യുക. ഇന്നത്തെ ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഇന്നത്തെ ഡേറ്റ് സിസ്റ്റം ഡേറ്റ് ഏതാണെങ്കിൽ അത് വരാൻ വേണ്ടിയിട്ട്. ഡി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഡേറ്റ് ഡാറ്റ ടൈപ്പ് ആയിട്ട്. ഡി ആസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഡേറ്റ് ഡാറ്റ ടൈപ്പാണ്. ഇനി ഡി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് നമുക്ക് കിട്ടണം. ഈ ഡി എന്നുള്ള വേരിയബിളിൽ വരണം. അങ്ങനെയാണെങ്കിൽ ഡേറ്റ് ആഡ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഡേറ്റ് ആഡ് എന്നുള്ള ഫംഗ്ഷനിലേക്ക് ആദ്യം പറയണത് നമ്മൾ ഇൻ്റർവെൽ, അതായത് എത്ര ദിവസമാണോ മാസമാണോ വർഷമാണോ എന്നുള്ള ഇൻ്റർവെല്ലാണ് ഇവിടെ നമ്മളൊരു ബോക്സിൽ ആ ഇൻ്റർവെല്ലിൽ എന്തൊക്കെ വാല്യൂസ് വരാം എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡി എന്ന് കൊടുത്ത ഡേ, ഇത്ര ഡേ കഴിഞ്ഞിട്ട് 3, നെക്സ്റ്റ് എത്ര ഡേ കഴിഞ്ഞിട്ടുള്ള 3 ദിവസം കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ് ഡേറ്റ്. അത് ഇന്നത്തെ ഡേറ്റ് ആയതുകൊണ്ട് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു വാലിഡ് ഡേറ്റ് കൊടുക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മളൊരു ഡേറ്റ് കൊടുത്തിട്ട് പറയുന്നുണ്ട് ആ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതെന്ന്. ഇതിപ്പോൾ ഇന്നത്തെ സിസ്റ്റം, അതായത് സിസ്റ്റം ഡേറ്റ് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഡേനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മന്ത് 3 മാസം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അവിടെ എം കൊടുക്കണം. അങ്ങനെ എടുക്കുന്ന പുതിയ ഡേറ്റ് ഡി എന്നുള്ള വേരിയബിളിൽ വരും. ഡി ഒരു ഡേറ്റ് ഡാറ്റ ടൈപ്പാണ്. ഡി പ്രിൻ്റ് ചെയ്ത 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് വരും. ഡേറ്റ് ഡിഫറൻസ് ആണ്. ഡേറ്റ് ഡിഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ റിട്ടേൺസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഡേറ്റ് വാല്യൂസ് ബേസ്ഡ് ഓൺ ദി ഇൻ്റർവെൽ സ്പെസിഫൈഡ്. ഇതുപോലെ തന്നെ ഡേറ്റ് ഡിഫറൻസ്, 2 ഡേറ്റുകൾ തമ്മിൽ എത്ര ദിവസത്തെ വ്യത്യാസമുണ്ട്, എത്ര മാസത്തെ വ്യത്യാസം, എത്ര വർഷത്തെ വ്യത്യാസമുണ്ട്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി. ഡി ഇത് തന്നെ ഒരു പ്രോഗ്രാം കൂടി ഉണ്ട്, ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. അതിൽ ഡി എന്ന് പറയുന്നത് ഒരു ഡേറ്റ് വേരിയബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ് 1/1/2019 ജനുവരി 1-ാം തീയതി. ആ ഡേറ്റ് വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കുന്നത് അങ്ങനെ ഹാഷ് സിമ്പിൾ കൊടുത്തിട്ടാണ്. ഹാഷ് സിമ്പിൾ കൊടുക്കുമ്പോഴാണ് ഡേറ്റ് ഡാറ്റ ടൈപ്സിലേക്ക് ഒരു ഡേറ്റ് വാല്യൂ കൊടുക്കാം. സ്ട്രിംഗ് ടൈപ്പിലേക്കാണെങ്കിൽ ഡബിൾ കോഡ്സിൽ കൊടുക്കും.
അതായത് 1/1/2019 കഴിഞ്ഞിട്ട് 19നും ഇന്ന് ഡേറ്റ് വെറുതെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഫംഗ്ഷൻ ഇന്നത്തെ സിസ്റ്റം ഡേറ്റും ഈ 1/1/2019 തമ്മിൽ എത്ര മാസത്തെ ഡിഫറൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എം എന്നുള്ളത് കൊടുക്കണം. ഡേറ്റ് ഡിഫറൻസിൽ എം എന്ന് പറഞ്ഞാൽ മാസങ്ങളുടെ മാസം എന്നുള്ളത് എം, മന്ത്. ഡി എന്ന് പറയുന്നൊരു വേരിയബിളാണ്, അത് ഡേറ്റ് ആണ്, ഡാറ്റ ടൈപ്പ്. അതിലൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് 1/1/2019 പിന്നെ ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിസ്റ്റം ഡേറ്റ് കിട്ടാൻ. ഇപ്പോൾ ഈ സിസ്റ്റം ഡേറ്റും ഈ ഡേറ്റും തമ്മിൽ എത്ര മന്തിൻ്റെ നമ്മൾ ഇയറിൻ്റെ വേണമെങ്കിൽ ഇവിടെ വൈ കൊടുക്കാം. ഡേ വേണമെങ്കിൽ ഡി, അല്ലെങ്കിൽ ക്വാർട്ടറായിട്ട് ക്യൂ ഉണ്ട്. ക്യൂ എന്തിനാ ക്വാർട്ടറായിട്ട് ഒരു വർഷം 4 ക്വാർട്ടറായിട്ട് തിരിച്ചിട്ട് എത്ര ക്വാർട്ടറിൻ്റെ വ്യത്യാസമുണ്ട്, എത്ര ക്വാർട്ടറായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് ഡേറ്റ് ഡിഫറൻസ്. ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ ചിലപ്പോൾ ക്വാർട്ടേർലിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനത്തെ പോലെ പ്രോഗ്രാംസുകൾ അങ്ങനത്തെ ഇതിലേക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ ഡേറ്റ് ഫങ്ഷൻസൊക്കെ ആവശ്യം വരും. ഡേറ്റ് ഡിഫറൻസും ഡേറ്റ് എത്ര ദിവസമായി, ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എത്ര മാസമായി, എത്ര ക്വാർട്ടറായി, അതിനനുസരിച്ച് ഇൻട്രസ്റ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ. നെക്സ്റ്റ് ഡേറ്റ് പാർട്ട് റിട്ടേൺസ് എ സ്പെസിഫൈഡ് പാർട്ട് ഓഫ് എ ഗിവൺ ഡേറ്റ്. അപ്പോൾ നമ്മളൊരു ഡേറ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട് അതിൽ മന്ത്, ഡേ, മന്ത്, ഇയർ ഉണ്ട്. അതിലത്തെ ഡേ പാർട്ട് മാത്രം അല്ലെങ്കിൽ മന്ത് പാർട്ട് മാത്രം കിട്ടാൻ വേണ്ടി ഡേറ്റ് പാർട്ടിനുള്ള ഫംഗ്ഷൻ. നെക്സ്റ്റ് ഡേറ്റ് സീരിയൽ റിട്ടേൺസ് എ ഡേറ്റ് ഗിവൺ എ ഇയർ, മന്ത് ആൻഡ് ഡേ വാല്യൂ. നമ്മൾ റിട്ടേൺസ് എ ഡേറ്റ്, ഒരു ഡേറ്റ് ഡാറ്റ ടൈപ്പ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇയർ, മന്ത്, ഡേ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡേറ്റ് റിട്ടേൺ ചെയ്യും. ഈ ഫങ്ഷൻസൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ എക്സെല്ലാകുമ്പോൾ സിമ്പിളായിട്ട് ഡേറ്റ് വാല്യൂ, ഡേറ്റ് പാർട്ട് ഡേറ്റ് ഫങ്ഷൻ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഡേറ്റ് പാർട്ട് എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഇടുമ്പോൾ ആ ഫങ്ഷൻ്റെ സ്റ്റൈൽ അത് പറയും. ഡേറ്റ് ആദ്യം പറയുന്ന ഇൻ്റർവെൽ എത്ര മന്താണോ, ഇപ്പം ഇന്നത്തെ ഡേറ്റിൽ മന്ത് പാർട്ട് മാത്രം കിട്ടാൻ വേണ്ടി അത് എം അല്ലേ, ഇൻ്റർവെൽ എമ്മിലാണ് അറിയാം മന്ത്, എം കൊടുക്കുക, ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം. അങ്ങനെ നമുക്ക് ആ സിൻടാക്സ് VBA ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ഇതിൽ ഇന്നത്തെ ഡേറ്റിൻ്റെ മന്ത് പാർട്ട് മാത്രം കിട്ടണം. അപ്പോൾ ഈ പ്രോഗ്രാം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. റൺ ചെയ്യുമ്പോൾ നോക്കിയാൽ ജൂലൈ 1 ആണ്, അപ്പം 7 എന്ന് പറഞ്ഞു മന്ത് പാർട്ട്. ഡേറ്റ് സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ, മന്ത്, ഡേ അങ്ങനെ ബ്രാക്കറ്റിൽ ഡേറ്റ് സീരിയൽ എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് അതിന് സിൻടാക്സ് വരും. ഇയർ കൊടുക്കണം, മന്ത്, ഡേ വാല്യൂ കോമയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡേറ്റുമായിട്ട് അത് റിട്ടേൺ ചെയ്യും. പിന്നെ ഡേറ്റ് വാല്യൂ എന്ന് പറയുന്നത് റിട്ടേൺസ് എ സീരിയൽ നമ്പർ ഓഫ് എ ഡേറ്റ്, നമ്പർ ഓഫ് ഡേയ്സ് സിൻസ് 1/1/1900 തുടങ്ങി ഈ നമ്മൾ കൊടുക്കുന്ന ആ ഡേറ്റ് വരയ്ക്കുള്ള എത്ര ദിവസം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഇതാണ് സീരിയൽ നമ്പർ എന്ന് പറയുന്നത്. ഡേറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറായിരിക്കും റിട്ടേൺ ചെയ്യണത്. ഒന്ന് 1/1/2001 ഡേറ്റ് വാല്യൂവിൽ ഒരു ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, 1/1/2001. അത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് സ്ട്രിങ് ആണ്, നമ്പറാണ്. അപ്പോൾ ഈ ഡേറ്റ് വാല്യൂ എന്ന് ഇട്ടിട്ട് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സിൻടാക്സ് കാണിക്കുക. അവിടെ ഒരു ഡേറ്റ് നമ്മൾ സ്ട്രിങ് ആയിട്ട് കൊടുക്കണം, ഡബിൾ കോട്ട്സിൽ കണ്ട ഡേറ്റ് ഒരു സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കൊടുക്കണേ. എന്നിട്ട് ആ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഒരു നമ്പറായിരിക്കും. അതായത് 1900 ജനുവരി 1 മുതൽ ഈ 2001 ജനുവരി 1 വരെ എത്ര ദിവസമായിട്ടുണ്ട് എന്നുള്ള വാല്യൂവിന് എന്നിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്. റൺ ചെയ്ത് നോക്കാം. എത്രയാണ്? 36,892 ദിവസമുണ്ട്. അത്രയും ദിവസത്തെ ഡിഫറൻസ് ഉണ്ട്. അതാണ് ഡേറ്റ് വാല്യൂവിൽ റിട്ടേൺ ചെയ്യുന്നത്. ഡേ റിട്ടേൺസ് ദി ഡേ ഓഫ് മന്ത്. ആ മന്തിൽ നമ്മൾ
ഇന്നത്തെ ഡേറ്റ് കൊടുത്തു. ഈ ഒരു ഡേ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് ആ മാസത്തെ എത്രാമത്തെ ദിവസമാണ് എന്നുള്ളത് റിട്ടേൺ ചെയ്യും. ഫോർമാറ്റ് dates take a date expression and returns it as a formatted string. ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യം ഡേ, മന്ത്, ഇയർ ഓരോരുത്തർക്കും ഓരോ ഫോർമാറ്റ് ആയിരിക്കും ഇഷ്ടം. ചിലപ്പോൾ ആദ്യം ഇയർ, പിന്നെ മന്ത്, പിന്നെ ഡേ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീബഗ് ഡോട്ട് പ്രിൻറ്റ് ഫോർമാറ്റ് ഡേറ്റ്. ഇപ്പം ഇന്നത്തെ ഡേറ്റ് അത് ആദ്യം ഇയർ, പിന്നെ മന്ത്, പിന്നെ ഡേ അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വേണം. ആദ്യം ഡേ, പിന്നെ മന്ത്, ഇയർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമ്മൾ ഏത് ഫോർമാറ്റിലാണോ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് അതിവിടെ കൊടുക്കാം. അവർ റിട്ടേൺസ് ദി അവർ ഓഫ് എ ടൈം വാല്യൂ ഫ്രം 0 to 23. അതായത് ഇപ്പോഴത്തെ സമയത്തിൻ്റെ അവർ. അപ്പം അവർ നൗ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, അത് നെക്സ്റ്റ് താഴെയാണ് പറയുന്നത്. നൗ റിട്ടേൺസ് ദി കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം. ഡേറ്റും ടൈമും കിട്ടാൻ വേണ്ടിയാണ് നൗ എന്നുള്ളത്. അതിലത്തെ അവർ പോർഷൻ മാത്രം കിട്ടണമെങ്കിൽ അവർ ഓഫ് ബ്രാക്കറ്റിൽ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നൗവിൻ്റെ അവർ പോർഷൻ മാത്രം കിട്ടും. അവർ 0 തുടങ്ങി 23 വരെ, 24 അല്ല 0 വീണ്ടും. മിനിറ്റ് റിട്ടേൺസ് മിനിറ്റ് ഓഫ് എ ടൈം വാല്യൂ. മിനിറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, അത് മിനിറ്റ് ഇത്രാമത്തെ മിനിറ്റ് ആണ് എന്നുള്ളത്. മന്ത് എന്നുള്ളത് റിട്ടേൺസ് ദി മന്ത് 1 തുടങ്ങി 12 വരെ ആ ഡേറ്റിലെ മന്ത് പോർഷൻ മാത്രം കിട്ടാൻ വേണ്ടി. മന്ത് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മാർച്ച് ആണെങ്കിൽ മന്ത് എന്ന് മാത്രം കൊടുത്താൽ നമ്പർ ആയിരിക്കും 3 എന്നാണ് ഡിസ്പ്ലേ ചെയ്ത് വരാം. മന്ത് നെയിം എന്ന് വെച്ചാൽ മാർച്ച് എന്ന സ്ട്രിങ്, അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ട്രിങ് മാർച്ച്, മേ, സീച്ച് അങ്ങനെ തന്നെ എഴുതി വരാൻ വേണ്ടിയിട്ടാണ് മന്ത് നെയിം. മന്ത് നെയിം റിട്ടേൺസ് എ സ്ട്രിങ് റെപ്രസെൻറ്റിങ് ദി മന്ത് ഗിവൺ എ നമ്പർ ഫ്രം 1 to 12. അതിനിടയ്ക്കുള്ള നമ്പർ ആയിരിക്കുമല്ലോ. മന്ത് നെയിം ഓഫ് ഡേ സിസ്റ്റം ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിലെ മന്ത് നെയിം സ്ട്രിങ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തു. മന്ത് മാത്രമാണെങ്കിൽ അതിൽ നമ്പർ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരാം. നൗ റിട്ടേൺസ് ദി കറൻറ്റ് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം. വീക്ക് ഡേ returns a number representing the day of week given a day date value. ഇപ്പോൾ വീക്ക് ഡേ ഓഫ് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്ന് ഇപ്പം വെനസ്ഡേ ആണെങ്കിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫോർത്ത് ഡേ ആണ് ആ വീക്കിലെ. അപ്പോൾ 4 എന്നുള്ള നമ്പർ റിട്ടേൺ ചെയ്യും. വീക്ക് ഡേ നെയിം റിട്ടേൺസ് എ സ്ട്രിങ് റെപ്രസെൻറ്റിംഗ് ദി ഡേ ഓഫ് ദി വീക്ക് ഗിവൺ എ നമ്പർ ഫ്രം 1 to 7. Here returns the year portion of the date argument. വീക്ക് name എന്ന് പറയുന്നത് ആ സ്ട്രിങ് വെനസ്ഡേ ആണെങ്കിൽ വെനസ്ഡേ എന്നുള്ളത് റിട്ടേൺ ചെയ്യും. വീക്ക് ഡേ നെയ്യും ഓഫ് ഡേറ്റ് എന്ന് കൊടുത്താൽ ഇന്നത്തെ ഡേറ്റിലെ വീക്ക് ഡേ ഏതാണെന്ന് വെച്ചാൽ വെനസ്ഡേ ആണെങ്കിൽ വെനസ്ഡേ എന്ന് പറയും. വീക്ക് ഡേ എന്ന് മാത്രം കൊടുത്താൽ അതിൻ്റെ നമ്പറും വീക്ക് ഡേ നെയ്യും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രിങ്ങും പ്രസൻറ്റ് ചെയ്യും. പിന്നെ ഇയർ റിട്ടേൺസ് ദി ഇയർ പോർഷൻ ഓഫ് ദി ഡേറ്റ് ആർഗ്യുമെൻറ്റ്. ഇയർ എന്നുള്ള ഫങ്ഷൻ റിട്ടേൺ ചെയ്യേണ്ടത് അതിൻ്റെ ഇയർ പാർട്ട് മാത്രം. അടുത്തത് ഡാറ്റ ടൈപ്പ് കൺവേർഷൻ ഫങ്ഷൻസ്. ഇത് ഡാറ്റ ടൈപ്പുകൾ കൺവേർട്ട് ചെയ്യാൻ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ എ എന്നുള്ള വേരിയബിൾ ഇൻറ്റിജറും ബി എന്നുള്ള വേരിയബിൾ സ്ട്രിങ് ആയിട്ട് അതിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എയിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്, അതിന് നമുക്ക് ഡേറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ഡേറ്റ് സീരിയൽ എന്നുള്ള ഫങ്ഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഡേറ്റ് വാല്യൂ റിട്ടേൺസ് ദ നമ്പർ ഓഫ് എ ഡേറ്റ്. അതുപോലെ ഇതിന് കറസ്പോണ്ടിങ് ഉള്ള നമ്പർ, അതായത് 1900 ജനുവരി 1 തുടങ്ങി 367 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് അതെന്നായിരിക്കും? 1901. ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അത് ലീപ്പ് ഇയർ ആണെങ്കിൽ 366 ദിവസമുണ്ട് ജനുവരി 1. നെക്സ്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഡേ ആണ് കിട്ടുന്നത് ഇവിടെ. അപ്പം
നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. അതിനെ കറസ്പോണ്ടിങ് ഡേറ്റ് വാല്യൂ കൺവേർട്ട് ചെയ്യണം. അതിനാണ് കൺവേർട്ട് ടു ഡേറ്റ് എന്നുള്ള ഡേറ്റ് ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റണം. നമ്പർ ആയിരുന്നത് ഡേറ്റ് ആക്കി മാറ്റണം. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഈ ന്യൂമറിക്കൽ വാല്യൂ 367 വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അതിൻ്റെ ഒരു പ്രോഗ്രാം integer. കൺവേർട്ട് ചെയ്യണം. ഇവിടെ എന്നുള്ളത് നമ്പർ ആയിരുന്നു, അത് ഡേറ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യണം. ഇത് റൺ ചെയ്യുമ്പോൾ ഇത്രയും വന്ന 1901 ജനുവരി 1. അത് 1900 ജനുവരി 1 തുടങ്ങി എത്ര ദിവസം കഴിഞ്ഞു എന്നുള്ളതാണ് ഡേറ്റ് വാല്യൂ പറയണത്. ഞാൻ 367 ദിവസം എന്നുള്ളതിനെ ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു വർഷം കഴിയുന്നുണ്ട്. 366 ഇത് ലീപ്പ് ഇയർ ആയതുകൊണ്ട് 366 ഒരു വർഷം കൂടെ. ഇതൊരു സ്ട്രിങ് ആണ്, ജനുവരി 1 1900 എന്നുള്ളത്. അതിനെ നമുക്ക് ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. സ്ട്രിങ് ആയിരുന്നു ഡാറ്റ ടൈപ്പ്, അത് ഡേറ്റ് ഡാറ്റ ടൈപ്പിലേക്ക് നമ്മൾ ഡാറ്റ ടൈപ്പ് കൺവേർഷനാണ് ഇവിടെ പറയുന്നത്. ന്യൂമറിക്കൽ വാല്യൂവിനെ ഡേറ്റ് ആക്കി, അതുപോലെ സ്ട്രിങ്ങിനെ ഡേറ്റ് ആക്കണം. അപ്പോൾ സി ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ അതുപോലെ തന്നെ ഓരോ ഡാറ്റ ടൈപ്സും നമുക്ക് മാറ്റാം. കൺവേർട്ട് ടു ബൂളിയൻ വാല്യൂ ആയിട്ട് റിട്ടേൺ ചെയ്യും. ബൈറ്റിലേക്ക് കറൻസി, ഡേറ്റ്, ഡബിൾ, ഡെസിമൽ, ഇൻറ്റിജർ, ലോങ്, സിംഗിൾ, സ്ട്രിങ്, വേരിയൻ്റ്, അങ്ങനെ ഓരോ ഡാറ്റ ടൈപ്പിലേക്കും മാറ്റാനുള്ള ഡാറ്റ ടൈപ്പ് കൺവേർഷനുള്ള ഫങ്ഷൻസാണ്. നമ്മളിതിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസാണ് പഠിച്ചത്. സ്ട്രിങ് ഫങ്ഷൻസ് മുന്നേ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഡേറ്റ്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും ഡാറ്റ ടൈപ്പ് കൺവേർഷൻ ഫങ്ഷൻസ്, ലോജിക്കൽ ഫങ്ഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായിരുന്നു.